ഈ ബാബിലോണിയൻ തൽമൂദ് എന്ന് പറയുന്നത് യേശുവിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം കമ്പൈൽ ചെയ്ത, അതിൻ്റെ ഫൈനൽ ഫോമിൽ കമ്പൈൽ ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ തന്നെ ഏറ്റവും ഏർലി ആയിട്ടുള്ള യഹൂദ ആചാരങ്ങളെ അതിനകത്ത് പ്രിസർവ് ചെയ്യുന്നുമുണ്ട്. അതിനകത്ത് ട്രാക്ടേറ്റ് സൻഹദ്രിൻ 43A എന്ന് പറയുന്നതിനകത്ത് ഒരു ഭാഗമുണ്ട്. പല പണ്ഡിതന്മാരും കരുതുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് നസറേനായ യേശുവിലേക്കാണെന്നാണ്. അപ്പോൾ തന്നെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഈ ഒരു വർക്ക് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നുമില്ല. പക്ഷെ എല്ലാവരും ഇതിനെ ഒരു തെളിവായിട്ട് കാണുന്നുണ്ട്. യഹൂദ ആചാരത്തിൽ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ ഓർക്കുന്നു. യേശുവിനെ കൊന്നുകളഞ്ഞത് പെസഹായുടെ സമയത്താണ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത്ഭുതകരമായ കഴിവുകൾ, ശക്തികൾ ഉണ്ടായിരുന്നു. യേശുവിനെ എതിർത്തവർ പറഞ്ഞത് ആ ഒരു ശക്തികളുടെ പിമ്പിൽ കൂണോത്ര ശക്തിയാണെന്നാണ്. അല്ലാതെ ഇപ്രകാരമുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികളൊന്നും യേശു ചെയ്തില്ല എന്ന് അവരും പറയുന്നില്ല. അപ്പം ഇത് സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു ബ്രോഡർ പാറ്റേണുമായിട്ട് സിമിലറാണ്. അതായത് യേശുവിനെ എതിർത്തവർ, യേശുവിൻ്റെ ആ ശുശ്രൂഷയെ എതിർത്തവർ ഒരു രീതിയിലും പറയുന്നില്ല അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ യേശു ചെയ്തില്ല എന്ന്. പകരം അവർ യേശുവിനെ എതിർത്തത് ഈ യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ പിമ്പിലെ സോഴ്സ്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പിൻപിലെ ആ സ്രോതസ്, അതിനെ ചൊല്ലിയായിരുന്നു തർക്കം. കാണുക, യേശു ശരിക്കും ജീവിച്ചിരുന്നോ, ബൈബിളിന് പുറത്തുള്ള ചരിത്ര തെളിവുകൾ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.